നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ ചാനലുകളും അതുപോലെ മറ്റ് പത്ര മാധ്യമങ്ങളും ഒക്കെ മറന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യം ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചാനലുകൾക്ക് ആവശ്യം വരും, CPM-നും ഒക്കെ ആവശ്യം വരും. അതുവരെ തൽക്കാലം മറ്റു വിഷയങ്ങൾ സംസാരിക്കാം എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ശബരിമല അടങ്ങി, ഇപ്പോൾ വലിയ വർത്താനമൊന്നുമില്ല. അതിന്റെ കേസും കാര്യങ്ങളും അതിന്റെ വഴിക്ക് നടക്കുന്നെങ്കിലും മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ആ സംസാരമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ വഴിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അതായത് CPM-നോ സർക്കാരിനോ എതിരെ വലിയ അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് അതിനെ തടയിടാൻ ഒരു പ്രതിരോധം വേണം. അത്തരത്തിൽ ശബരിമല വിഷയം വന്ന സമയത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രതിരോധമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് മിണ്ടുന്നില്ല. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ചാനലുകൾക്കും അതെ, ചാനലുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ടുള്ള വിഭവങ്ങൾ ഉള്ളതുകൊണ്ട്, മറ്റു പല വിഭവങ്ങളും ഉള്ളതുകൊണ്ട്, രാഹുൽ വിഷയം സ്പോൺസർ ചെയ്യാൻ ആളും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നിർത്താത്തത്. ഇന്നത്തെ ഒരു വാർത്ത അതുകൊണ്ടായിരിക്കും ചാനലുകളും മറ്റും പറയാതെ പോയത്. ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസ്, അതായത് ആദ്യത്തെ കേസിന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അറസ്റ്റ് ചെയ്യാനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ടാമത്തെ കേസ്. രാഹുൽ മാങ്കൂട്ടം കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതും റൂമിൽ കയറിയ ഉടനെ പീഡിപ്പിച്ചു, എങ്ങനെ വളരെ ക്രൂരമായി തുപ്പി, എല്ലാത്തിനും ഒരേ ടെംപ്ലേറ്റ് ആണ് പരാതിക്ക്. ആ രീതിയിൽ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടം ഫെന്നി നയനാന്റെ കാറിലാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിരുന്നു. ഫെന്നി അത് നിഷേധിച്ചിരുന്നു, രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അത്തരത്തിലൊരു യാത്ര ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണിനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്ത് സാധാരണഗതിയിൽ കോടതി പറയുമല്ലോ, ജാമ്യ കണ്ടീഷൻസിൽ പറയുന്നത് പ്രതിയെ സ്വാധീനിക്കരുത്, പ്രതിയെ വിളിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. ഈ 3 കേസിലും മുൻകൂർ ജാമ്യം കിട്ടി പുറത്ത് നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കേസിലെ, ഈ പറഞ്ഞ കേസിലെ പരാതിക്കാരിയെ വാട്സപ്പിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നത്. പരാതിക്കാരി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്, മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് കേസ് വന്നത്. അതിന് മറുവാദം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സമയം അനുവദിച്ചിരുന്നു. ഇന്നായിരുന്നു ആ കേസ് നടന്നിരുന്നത്. ഇന്ന് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം നീട്ടിച്ചു വെച്ചിട്ടുണ്ട്, കോടതി കൊടുത്തിട്ടുമുണ്ട്. ഫെബ്രുവരി 17 രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് കോളിലൂടെ കക്ഷിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. 10-ാം തീയതിയിലേക്ക്, വരുന്ന 10-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് അത്തരത്തിലൊരു പെണ്ണിനെ അറിയില്ല, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഹോട്ടൽ മുറി എന്ന് പറയാതെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞത്, ഹോട്ടൽ മുറി എന്ന് പറഞ്ഞാൽ ഏത് ഹോട്ടൽ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ്, അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്, അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇത് തികച്ചും കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇല്ലാതിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് 17-ാം തീയതി വിളിച്ച് സംസാരിക്കുന്നത്, വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്? സംസാര ഭീഷണി എന്തായിക്കോട്ടെ, വാട്സപ്പിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നത്. മറ്റൊരു ചോദ്യം ഉള്ളത്, ഈ 3 കേസുകളിലും ജാമ്യത്തിലും മുൻകൂർ ജാമ്യത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഏതെങ്കിലും ഒരു കേസിലെ ജാമ്യ കണ്ടീഷൻ ലംഘിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ ആ ജാമ്യം റദ്ദ് ചെയ്യാൻ കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് അകത്തുകയും ചെയ്യുന്ന രാഹുലിനെ അറിയില്ലേ? 3-ാമത്തെ കേസിൽ പെട്ടെന്ന് രാത്രി തട്ടിക്കൊണ്ടുപോയി റിമാൻഡ് ചെയ്തില്ലേ? 18 ദിവസമാണ് അവിടെ ജയിലിൽ കിടന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ടെന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഒരു പിടിവള്ളിയായിട്ട് നിൽക്കുകയാണ്. UDF-ലേക്ക് വൈകാതെ തന്നെ പ്രവേശിക്കും എന്നൊരവസ്ഥയിൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പകരക്കാരോ മറ്റാരെങ്കിലും നിർത്തിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവസാന നിമിഷം പാലക്കാടിന്റെ സ്ഥാനാർത്ഥിയായി വന്നു എന്നും വരാം. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ ഏതെങ്കിലും പരാതിക്കാരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുക. എന്റെ യുക്തിയിൽ ശ്രമിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയാളെ തകർക്കാൻ വേണ്ടി 4 വഴിക്കും ആൾക്കാർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പല്ലേ? പരാതിക്കാരി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അയാൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ട്, രണ്ടായാലും ഒന്നുകിൽ അയാള് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റാരുടെയോ അച്ചാരം വാങ്ങിയിട്ട്, രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവുമല്ലോ. ഇത് രണ്ടായാലും നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലൊരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം വിളിച്ചു എന്ന് പറയുന്നത് ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ടാകണം, വേറെ മാർഗമല്ല. കാരണം പുതിയൊരു കേസിനെ ഇപ്പൊ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പൊളിയും.
കുറെ കേസുണ്ടായിരുന്നു, 10-13 കേസുണ്ടായിരുന്നു. ഇനി 4ാമത്തെ കേസ് ഒരു പോക്സോ കേസ് എന്ന് പറഞ്ഞിരുന്നു. അതും പുറത്തു വന്ന നിലയ്ക്ക് അതിന് നടക്കില്ല. എന്നാ പിന്നെ നിലവിലുള്ള കേസിന്റെ ജാമ്യം പിൻവലിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് കരുതി ഇറങ്ങിയതാണെങ്കിലോ? അങ്ങനെ ആകാമല്ലോ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കപ്പെട്ട് വീണ്ടും ജയിലിലേക്ക് പോകാൻ വേണ്ടി ഒരു എന്താ പറയുക ബുദ്ധിമോശം അയാൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാണക്യനാണ്, കുറുക്കനാണ്. അയാൾ വീടടച്ചിരുന്നപ്പോഴും ഇതിനെ എങ്ങനെ നേരിടാമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതനുസരിച്ചുള്ള അജണ്ട വെച്ച് നീക്കിയാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. 24 ആഷ്മിക്ക് കൊടുത്ത ഇന്റർവ്യൂ പോലും അതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഏതായാലും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭൂലോക മണ്ടത്തരവും അത് തന്നെ ആയിരിക്കും. Different angles. Don't forget to subscribe and support this channel.